സംഭവം നടക്കുന്നത് 20-ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ചൈനയിലാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിച്ചും സക്രാരിയെ അധിക്ഷേപിച്ചും വൈദികരെ ബന്ദികളാക്കിയും പട്ടാളക്കാർ ഹീനമായ ക്രൈസ്തവ വിരുദ്ധത തുറന്നുവിട്ടിരുന്ന നാളുകൾ. അപ്രകാരമൊരു ദിനത്തിൽ ദേവാലയത്തിൽ അതിക്രമിച്ചു കയറിയ അധികാരികൾ സക്രാരി കുത്തി തുറന്ന് തിരുവോസ്തികൾ വലിച്ചെറിഞ്ഞ് പരിശുദ്ധ കുർബാനയെ ചവിട്ടുന്നതും അവഹേളിക്കുന്നതും കണ്ടു നിൽക്കേണ്ടി വന്ന കുഞ്ഞുലിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിലത്ത് വീണ 32 തിരുവോസ്തികൾ രാത്രിയിൽ ശത്രുക്കൾ കാണാതെ രഹസ്യമായി 32 തുടർച്ചയായ ദിനങ്ങളിൽ വന്ന് ദീർഘനേരം പ്രാർത്ഥിച്ച ശേഷം അവൾ ഉൾക്കൊണ്ടു. 32-ാം ദിനം അവസാനത്തെ തിരുവോസ്തി സ്വീകരിക്കാനെത്തിയ അവൾ ശത്രുക്കളുടെ കണ്ണിൽപ്പെടുകയും തൽക്ഷണം ഒരു സൈനികൻ അവൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. വെടിയേറ്റ് വേദനയാൽ പുളയുമ്പോഴും ആ അവസാന തിരുവോസ്തി ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അവൾ ദിവ്യകാരുണ്യനാഥനെ നാവിൽ സ്വീകരിച്ച് അന്ത്യശ്വാസം വലിച്ചു. അനുദിനം ദിവ്യകാരുണ്യ സന്നിധിയിൽ ചുരുങ്ങിയത് 1 മണിക്കൂർ പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്ന ദൈവശാസ്ത്ര പണ്ഡിതനും അഗാധ ജ്ഞാനദൃഷ്ടിയുള്ളവനുമായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ തനിക്ക് ദിവ്യകാരുണ്യ തീക്ഷ്ണതയിൽ പ്രചോദനം പകർന്നത് ചൈനയിലെ ഈ കൊച്ചു പെൺകുട്ടിയാണെന്ന് തന്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയകഥ അടങ്ങിയിരിക്കുന്നത് ഒരു ചെറിയ അപ്പകഷ്ണത്തിലാണെന്ന് തെളിയിക്കുകയാണ് ലീ എന്ന കൊച്ചു പെൺകുട്ടിയുടെ ജീവിത സാക്ഷ്യം.